ജാവാസ്ക്രിപ്റ്റിൽ മൾട്ടിപ്പിൾ വേസിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെ രീതിയിലാണ് നോക്കിയാലോ? ഒന്നാമത്തെ വേ എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ക്രിയേറ്റ് ചെയ്യുന്ന പോലെ മോസ്റ്റ് യൂസ്ഡ് വേ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ലിറ്ററൽ ഇങ്ങനെ. ഓക്കെ. പിന്നെ വരുന്നത് യൂസിങ് ഒബ്ജക്റ്റ് കൺസ്ട്രക്ടർ മെത്തേഡാണ്. ഇത് പഴയ ആപ്ലിക്കേഷനിലൊക്കെയാണ് ഇത് കാണാൻ പറ്റുള്ളൂ. മോഡേൺ ജാവാസ്ക്രിപ്റ്റിൽ അങ്ങനെ യൂസ് ചെയ്യില്ല. ഈ ഒബ്ജക്റ്റ് കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് മാനുവലി നമ്മൾ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യും. ഓക്കെ. പിന്നെ വരുന്നത് കൺസ്ട്രക്ടർ ഫംഗ്ഷൻ. ES6 ക്ലാസ് വന്നത്. അപ്പോൾ ക്ലാസ് വരുന്നതിന് മുമ്പ് ആ ക്ലാസിൻ്റെ രീതിയിൽ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ടർ ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ന്യൂ കീവേഡ് വെച്ചിട്ട് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ES6 വന്നപ്പം ക്ലാസ് വന്നു. അപ്പോൾ ക്ലാസ് വെച്ചിട്ട് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ഒന്ന് അറിയേണ്ടത് ഫാക്ടറിയാണ്. ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് പുതിയൊരു ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഓരോ തവണ ക്രിയേറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഓരോ പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവും. ഓക്കെ. പിന്നെ ഉള്ളത് ഒബ്ജക്റ്റ് ഡോട്ട് ക്രിയേറ്റ് ആണ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒബ്ജക്റ്റ് ഡോട്ട് ക്രിയേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ നിന്ന് ഈ ഓർഡർ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമുക്ക് കിട്ടുന്നത് ഒരു എംപ്റ്റി ഒബ്ജക്റ്റ് ആയിരിക്കും. ആ എംപ്റ്റി ഒബ്ജക്റ്റ് പോയിന്റ് ചെയ്തിരിക്കുന്നത് ഈ ഓർഡർ യൂട്ടിൽസ് എന്ന് പറഞ്ഞ പ്രോട്ടോടൈപ്പ് ആയിട്ടായിരിക്കും. അതുകൊണ്ടാണ് ആ ഈ ഓർഡർ യൂട്ടിൽസ് നമ്മൾ ഒബ്ജക്റ്റ് ഡോട്ട് ക്രിയേറ്റിൻ്റെ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഓർഡറിൻ്റെ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓർഡർ യൂട്ടിൽസ് ആണ്. ഓക്കെ. അപ്പോൾ ഓർഡർ ഡോട്ട് പ്ലേസ് ഓർഡർ നിങ്ങൾ വിളിക്കുന്ന ടൈമിൽ ഇത് പ്രിന്റ് ചെയ്യും. പക്ഷേ ഓർഡർ നിങ്ങൾ ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എംപ്റ്റി ഒബ്ജക്റ്റ് ആയിരിക്കും കിട്ടുക. ഓക്കെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിൽ ബൈ ഡിഫോൾട്ട് ഒരു ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്തുള്ള മെത്തേഡ് നിങ്ങൾ ഇൻവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ജാവാസ്ക്രിപ്റ്റ് ഫസ്റ്റ് നോക്കും ആ പർട്ടിക്കുലർ മെത്തേഡ് ഈ ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടോ നോക്കും. നമ്മുടെ കേസിൽ ഓർഡറിൽ ഉണ്ടോ നോക്കും. പക്ഷേ ഓർഡറിൽ അതില്ലെങ്കിൽ അതിൻ്റെ പ്രോട്ടോടൈപ്പ് നോക്കും. അപ്പോൾ ഓർഡറിൻ്റെ പ്രോട്ടോടൈപ്പ് ഏതാണ് ഇവിടെ ഓർഡർ യൂട്ടിൽസ്. അപ്പോൾ അതിലുണ്ട്, അതുകൊണ്ട് അത് വർക്ക് ചെയ്യും. ഓക്കെ. പിന്നെ എന്തിനാണ് ഈ പ്രോട്ടോടൈപ്പ് വേ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ പ്രോട്ടോടൈപ്പ് വേയിൽ നമുക്ക് ഒബ്ജക്റ്റ് ഒരു പ്രാവശ്യമേ ക്രിയേറ്റ് ആവുള്ളൂ. അത് മൾട്ടിപ്പിൾ സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെമ്മറി നമുക്ക് കൂടുതലായിട്ട് നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെയുണ്ട്. ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്, എ ബിയിൽ രണ്ട് ഒബ്ജക്റ്റ് ഞാൻ പ്ലേസ് ചെയ്തു. അതിൽ ഒരു മെത്തേഡ് ഉണ്ട് പ്ലേസ് ഓർഡർ. അപ്പോൾ രണ്ടിലും സെയിം മെത്തേഡാണ്, അത് സെയിം കാര്യങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ലോഗ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എ ഡോട്ട് പ്ലേസ് ഓർഡർ ഈക്വൽ ടു ബി ഡോട്ട് പ്ലേസ് ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൾസ് എന്ന് കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഈ എക്കും ബിക്കും സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാകുന്നത്. പക്ഷേ അതുകൊണ്ട് നമ്മൾ ഈ പ്ലേസ് ഓർഡർ ഒരു കോമൺ ഒബ്ജക്റ്റിലേക്ക് മാറ്റിയിട്ട് ഒബ്ജക്റ്റ് ഡോട്ട് ക്രിയേറ്റ് വെച്ചിട്ട് നമ്മൾ ഈ സിയും ഡിയും ഇവിടെ ഉണ്ടാക്കും. എന്നിട്ട് ആ സി ഡോട്ട് പ്ലേസ് ഓർഡറും ഡി ഡോട്ട് പ്ലേസ് ഓർഡറും നിങ്ങൾ ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രൂ എന്ന് കിട്ടും. കാരണം ഈ രണ്ട് വേരിയബിളും പോയിന്റ് ചെയ്തിരിക്കുന്നത് സിംഗിൾ ഈ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിലായിരിക്കും. മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവില്ല. അപ്പം മെമ്മറി ഹെവി ആയിട്ട് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇനി വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.